സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പുരുഷനും കൂടെ തരണമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ സഹോദരിമാർക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ പുരുഷനും കൂടി, ഉദാഹരണം 60 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്ക് ഫ്രീ ആയിട്ട് യാത്ര കൊടുക്കണം, അല്ലെങ്കിൽ 70 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർ. ഒരു റീസണബിൾ ഡിമാൻഡാണ് മിഷൻ മെൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ശക്തമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഇതുപോലെ ഈ കേസിൽപ്പെടുന്ന, അത് വ്യാജ കേസിൽപ്പെടുന്ന ആൾക്കാർ അവൻ തെറ്റുകാരനാണെന്ന് കോടതി കണ്ടുപിടിക്കുന്നത് വരെ പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളൊരു ഫെമിനിസ്റ്റുകളുടെ കുരു പൊട്ടിക്കലല്ല പുരുഷാവകാശ പ്രവർത്തനം. നമസ്കാരം. സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സിൽ ഈ 15-ാം തീയതി മുതൽ സൗജന്യ യാത്ര നടപ്പാക്കാൻ പോവുകയാണ്. എന്തായാലും ഈ സൗജന്യ യാത്രയ്ക്കെതിരെ ചില പുരുഷ സംഘടനകൾ നിലവിലിപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടത്തിക്കഴിഞ്ഞാൽ KSRTC ബസ്സുകൾ തടയുമെന്നുള്ള പ്രതികരണങ്ങൾ ഉൾപ്പെടെ നിലവിലിപ്പോൾ നടത്തിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പുരുഷ കമ്മീഷന്റെ ഭാരവാഹികളായ ശ്രീ രാഹുൽ ഈശ്വരും മുകേഷ് M നായരും ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കുകയാണ്. പുരുഷ കമ്മീഷന്റെ നിലപാട് എന്താണ്? രണ്ട് കാര്യങ്ങളാണ് ഞാനും മുകേഷും അടക്കമുള്ള മിഷൻ മെൻസ് കമ്മീഷൻ വളരെ ശക്തമായി പറയുന്നത്. ബസ് തടയലടക്കമുള്ള തെറ്റായ നടപടികളിലേക്കും നിലപാടിലേക്കും ആരും പോകരുത്. സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പുരുഷനും കൂടെ തരണമെന്നാണ്. അതായത് സ്ത്രീകൾക്ക് കൊടുക്കരുതെന്ന് പറയുന്നതും പുരുഷനും കൂടി വേണമെന്ന് പറയുന്നത് രണ്ട് നിലപാടാണ്. അപ്പം ഞങ്ങളെല്ലാം പറയുന്നത്, നാളെ നമ്മൾ സീരിയസ് ആയിട്ടൊരു വാദം ഉയർത്തുമ്പോൾ പൊതുസമൂഹത്തിൽ നമ്മൾ അപഹാസ്യരാകരുത്. അല്ലെങ്കിൽ പൊതുസമൂഹത്തിലും പോളിസി മേക്കേഴ്സും ശ്രീ VD സതീശനും ശ്രീ രമേശ് ചെന്നിത്തലാജിയും ഒന്നും നമ്മൾ പറയുന്ന വാദഗതിയെ ശ്രദ്ധിക്കാതിരിക്കരുത്. കാര്യം ഓവറാക്കിയാൽ ഇപ്പം പോലും ചില ആൾക്കാർ, എല്ലാവരെയും കുറ്റം പറയുന്നില്ല, ചില ആൾക്കാർ സവാദിന് മാലയിട്ടതിൻ്റെ ചീത്തപ്പേര് ഞങ്ങൾക്ക് മാറിയിട്ടില്ല. സവാദിന് മാലയിടുക, പൾസർ സുനിക്ക് മാലയിടുക, ഇതൊക്കെ എക്സ്ട്രീമാണ്. അല്ലെങ്കിൽ ശ്രീ ബോബി ചെമ്മണ്ണൂർ വെളിയിലേക്ക് വന്നപ്പോൾ പടക്കം പൊട്ടിക്കുക. അപ്പോൾ അതൊക്കെ എക്സ്ട്രീമായ തെറ്റായ നിലപാടുകളാണ്. നമ്മളൊരു മിതവാദത്തിൻ്റെ പാതയിൽ പോകണം. അതുകൊണ്ട് നമ്മുടെ സഹോദരിമാർക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ പുരുഷനും കൂടി, ഉദാഹരണം 60 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്ക് ഫ്രീ ആയിട്ട് യാത്ര കൊടുക്കണം, അല്ലെങ്കിൽ 70 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർ. ഒരു റീസണബിൾ ഡിമാൻഡാണ്. ഇത്തരം യുക്തിസഹമായ കാര്യകാരണ ഭദ്രമായ നിലപാടുകൾ വെക്കുന്നതിന് പകരം ബസ് തടയുമെന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഞങ്ങളടക്കമുള്ളവർക്ക് ദോഷം ചെയ്യുന്നൊരു കാര്യമാണ്. ഇക്കഴിഞ്ഞ ദിവസം ഈ സംഘടനയിൽപ്പെട്ട ആളാണോ എന്നറിയില്ല, പ്രശസ്തനായൊരു ആൾ പുരുഷ കമ്മീഷനിൽ മുൻപുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ചോദിച്ചത് ഈ വോട്ട് ചെയ്ത പുരുഷന്മാരെല്ലാം പൊട്ടന്മാരാണോ എന്നാണ്. അല്ല, നമ്മൾ മിഷൻ മെൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പുരുഷന്മാരുടെ സംരക്ഷണത്തിനും അല്ലെങ്കിൽ വ്യാജ പരാതിയിൽ വ്യാജ കേസിൽപ്പെടുന്നവർക്കാണ്. അല്ലാതെ ഈ എന്തൊരു രാവിലെ പറഞ്ഞ പോലെ കണക്ക് എക്സ്ട്രീമിസം അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ ജനറലൈസ് ചെയ്ത് അങ്ങനെ ഒരു പോകുന്നില്ല. പുരുഷന്മാരും വോട്ട് ചെയ്ത് പുരുഷന്മാർക്ക് ബസ്സിൽ സൗജന്യമായ സീറ്റ് കൊടുക്കാമെന്ന് സർക്കാർ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചല്ലോ. അന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ചെയ്യാൻ പറ്റും. അതുപോലെ മോഡിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം അത് പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതൽ നല്ല കാര്യമില്ലേ മോഡിഫിക്കേഷൻ്റെ കാര്യം. മോഡിഫിക്കേഷൻ ചെയ്യാനുള്ളവർ ചെയ്യട്ടെ എന്നാണ്. ന്യായമായ മോഡിഫിക്കേഷനൊക്കെ അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ടെന്നാണ്. അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ആർക്കാണ്? പുരുഷന്മാർക്കല്ലേ. അപ്പം നമ്മൾ അങ്ങനെ അടച്ചാക്ഷേപിച്ചോ അല്ലെങ്കിൽ എക്സ്ട്രീമിസത്തിലോ പോകുന്നില്ല. നമ്മൾ ശക്തമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഇതുപോലെ ഈ കേസിൽപ്പെടുന്ന, അത് വ്യാജ കേസിൽപ്പെടുന്ന ആൾക്കാർ, ഇപ്പോൾ ഒരുപാട് കേസുകൾ ആൾക്കാർക്കെതിരെ വരാറുണ്ട്. 90% വ്യാജ കേസുകൾ, പ്രത്യേകിച്ച് ആണുങ്ങൾക്കെതിരെ. കുറ്റാരോപിതൻ എന്നുള്ള അക്യൂസ്ഡ് എന്നുള്ള പേരിനപ്പുറം അവൻ്റെ ഐഡൻറ്റിറ്റി, അവൻ തെറ്റുകാരനാണെന്ന് കോടതി കണ്ടുപിടിക്കുന്നത് വരെ പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളൊരു വളരെ ശക്തമായിട്ടുള്ള ഒരു നിയമത്തിന്റെ പിന്നാലെയാണ് നമ്മളിന്റെ ഡ്രാഫ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതി മിതവാദ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. റീസണബിൾനെസ് ആകണ്ടേ. ഇപ്പൊ നേരത്തെ അദ്ദേഹം ചോദിക്കുകയുണ്ടായി പൊട്ടന്മാരാണോ. പുരുഷന്മാരായ ഭരണാധികാരി തന്നെയല്ലേ ഇത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സഹോദരിമാർക്ക് കിട്ടുന്നതിൽ സന്തോഷമാണ്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതിൽ വിഷമമാണ്. അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ സഹോദരിമാർക്ക്, എൻ്റെ അമ്മയ്ക്ക്, നാളെ നമ്മുടെ എൻ്റെ ഭാര്യയ്ക്ക്, ഇവർക്കെല്ലാം സൗജന്യ യാത്ര കിട്ടുന്നത് സന്തോഷകര കാര്യമാണ്. എന്നാൽ എനിക്കത് കിട്ടുന്നില്ല, എൻ്റെ മകനത് കിട്ടുന്നില്ല, എൻ്റെ സഹോദരനത് കിട്ടുന്നില്ല എന്നൊരു വിഷമമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തരാൻ പറ്റിയില്ലെങ്കിലും 60 വയസ്സിൽ കൂടുതലുള്ളവർക്കെങ്കിലും ഫ്രീ ആയി കൊടുക്കുക. മെൻസ് കമ്മീഷൻ സർക്കാരിനെ അറിയിക്കും. അതെ, നമ്മൾ മെൻസ് കമ്മീഷൻ റിക്വസ്റ്റ് ചെയ്യും. ഇങ്ങനെയല്ലേ പോസിറ്റീവ്ലി ഡയലോഗ് പോകുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞാണ് കറക്റ്റ് വാക്കി, അമിതവാദം. അതായത് എക്സ്ട്രീമിസ്റ്റിന് തീവ്ര എന്ന അർത്ഥത്തിൽ ഇവിടെ അമിതവാദം, ഓവറാക്കുന്നത് തിരിച്ചടിക്കുകയേ ഉള്ളൂ എന്ന് നമ്മുടെ തന്നെ അടുത്ത സുഹൃത്തുക്കൾ തിരിച്ചറിയണം. അവരുടെ ആക്ടിവിസ്റ്റോട് ബഹുമാനമാണ്, അവരുടെ ഊർജ്ജത്തെ ബഹുമാനമാണ്. അവരുടെ നിലപാടുകളിലെ അമിതത്വം പാടില്ല, ഒരു മിതത്വത്തിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കും. ഫെമിനിസ്റ്റുകൾ ഉൾപ്പെടെ ഈ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചത് വളരെ ക്രൂഷ്യലായാണ് അതിനെ ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ അതിൻ്റെ പ്രശ്നം ഫെമിനിസ്റ്റുകളോടും, ഫെമിനിസ്റ്റുകളുടെ കുരു പൊട്ടിക്കലല്ല പുരുഷാവകാശ പ്രവർത്തനം. അങ്ങനെ ചില ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്.
ഫെമിനിസ്റ്റുകളോട് ചില കാര്യങ്ങളിൽ യോജിച്ചും പല കാര്യങ്ങളിൽ വിയോജിച്ചുമാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഫെമിനിസ്റ്റുകളെ ബഹുമാനമാണ്. കാര്യം അവർ നമ്മുടെ സഹോദരിമാർക്കും സ്ത്രീകൾക്കും വേണ്ടി പറയുന്നവരാണ്. അവരെ ബഹുമാനമാണ്. ഞങ്ങൾക്ക് അവരോടുള്ള ബഹുമാനപുരസരമുള്ള വിയോജിപ്പ് പുരുഷന്റെ വേദന ചിലപ്പോഴെങ്കിലും അവർ കാണാറില്ല. ഇതിനെക്കുറിച്ച് നമുക്ക് തർക്കിക്കാം, സമ്മതിക്കാം. എല്ലാ പ്രമുഖ ഫെമിനിസ്റ്റുകളെയും അറിയാം, അവരോട് സമ്മതിക്കാറുള്ളതാണ്. പക്ഷേ ഫെമിനിസ്റ്റുകളുടെ കുരു പൊട്ടിക്കലാണ് പുരുഷാവകാശ പ്രവർത്തനമെന്ന് കരുതുന്ന ചില പുരുഷാവകാശ പ്രവർത്തകരും പുരുഷാവകാശ പ്രവർത്തകരുടെ കുരു പൊട്ടിക്കുന്നതാണ് ഫെമിനിസം എന്ന് കരുതുന്ന ചില തീവ്ര ഫെമിനിസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ തീവ്ര ഫെമിനാസി പ്രവർത്തനം നമുക്ക് ശരിയല്ല. ഇതേപോലെ ഞങ്ങളുടെ അടക്കം ഭാഗത്തുനിന്ന് മെയിൽ ഷോവനിസ്റ്റിക് നിലപാടുകൾ ഉണ്ടാകുന്നത് ശരിയല്ല. എന്തായാലും പുരുഷ കമ്മീഷൻ നമ്മളോട് വ്യക്തമാക്കുന്നത് സ്ത്രീകൾക്ക് ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ അവർക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ പുരുഷന്മാരെ കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് സർക്കാരിനെ അറിയിക്കുമെന്നും മെൻസ് കമ്മീഷൻ ഭാരവാഹികൾ വ്യക്തമാക്കുകയാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.